ഇതെന്താണെന്നറിയോ? നമ്മുടെ സാധാരണ ഉഴുന്ന് പരിപ്പും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സാമ്പാറായിട്ടും പരിപ്പ് കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ, സാദാ പരിപ്പ്, ആ പരിപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈവനിങ്ങിലത്തെ ചെറിയൊരു ഭാഗവും പിന്നെ നമ്മുടെ പിറ്റേ ദിവസം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്, ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഉണ്ടാക്കി എടുക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ മുരിഞ്ഞ ദോശയായിട്ട് കിട്ടാറില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ട്രിക്കായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഉഴുന്ന് പരിപ്പ്, ഒരു 1/2 കപ്പ് ഉഴുന്ന് പരിപ്പും ഒരു 2 ടേബിൾ സ്പൂൺ പരിപ്പ്, സാധാരണ പരിപ്പ് കേട്ടോ, അതും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഉലുവയും കൂടി നല്ല പോലെ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് എന്നിട്ട് അരയ്ക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ഇതിലേക്ക് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് 2 ഗ്ലാസ് പച്ചരി എടുക്കാം. അപ്പോൾ 2 ഗ്ലാസ് പച്ചരിക്ക് പകരം 2 ഗ്ലാസ് അരിപ്പൊടി എടുക്കാം കേട്ടോ. അത് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കുകയാണ് കേട്ടോ. കലക്കിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നും പരിപ്പും പിന്നെ ഉലുവയും ഒക്കെ കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒരു പകുതി അരവാവുന്ന ടൈമിൽ ഒരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. ഐസും കട്ടയുണ്ടെങ്കിൽ ഐസും കട്ട ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുത്താലും മതി കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വെള്ളം തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ കാണുന്ന പോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഒരിക്കലും കയ്യിൽ വെച്ച് മിക്സ് ചെയ്യരുത്. നമ്മൾ കൈ വെച്ചിട്ട് എന്തോരം നമ്മൾ മിക്സ് ചെയ്യണോ അതിനനുസരിച്ചായിരിക്കും മാവ് പൊന്തി വരിക. പിന്നെ ഇത് ഒരു മീഡിയം കട്ടിയിലുണ്ടാവണം കേട്ടോ. നല്ല കട്ടിയിലാവരുത്, നല്ല വെള്ളം പോലും ആവരുത്. ആ രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ അരച്ച് വെച്ച് ഇപ്പം ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ മാവ് അരച്ച് വെച്ചിട്ടുള്ളത് തലേ ദിവസം, പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മാവ് കണ്ടില്ലേ, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ മാവ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു നേരത്തൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. അതിപ്പോൾ ഞാൻ വൈകുന്നേരം അരച്ച് വെച്ച് ഒരു 9 മണിക്ക് ആയ ടൈമിലാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതേ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചത്. അങ്ങനെ മാവ് നല്ല പോലെ തന്നെ സോപ്പും പത പോലെ തന്നെ പതഞ്ഞ് വന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ ഈ മാവ് വെച്ചിട്ട് ഇഡ്ഡലി ആയാലും ദോശയായി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാവ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഉപ്പ് ചേർക്കാതെ തന്നെ നമ്മളത് ആദ്യമെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇഡ്ഡലി കിട്ടില്ല. ദോശ കുഴപ്പമില്ല, പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ ഇതേ ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയൊക്കെ ഒന്ന് പരട്ടിയതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നിറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാതെ ഒരു മീഡിയത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഇതൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ചൂടായതിൻ്റെ ശേഷം നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗ്യാസും ലാഭിക്കാം കേട്ടോ. അധിക നേരം നമുക്ക് ഗ്യാസ് ഉപയോഗിക്കേണ്ട ആവശ്യവും വരില്ല. അങ്ങനെ ഞാൻ രണ്ടാമത്തെ തട്ടും വെച്ച് ഇത് മാവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് നമുക്ക് ആവിയും വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പരിപ്പാണ് ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും മാവ് നല്ല പോലെ തന്നെ പൊന്തി വരാനായിട്ടും നമുക്ക് ഉപയോഗിക്കുന്നത് ഈ പരിപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം കൂടി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കയറി കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ. അങ്ങനെ ഇത് ഇഡ്ഡലിയൊക്കെ ആയതിൻ്റെ ശേഷം ഞാൻ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതൊന്ന് ഇഡ്ഡലിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇനി ഞാൻ ദോശയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ട് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കട്ടെ. ഇപ്പോൾ ഇത് ഉമ്മ ഇവിടെ ഉണ്ട്, ഉമ്മ രാവിലെ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മാക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചട്നി ഇഡ്ഡലി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇത് സാമ്പാറും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് ഇത് കുക്കറിലിട്ട് ഒരു 2-3 വിസിലടിച്ച് അവിടെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ആ പരിപ്പിലേക്ക് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സാമ്പാർ കഷ്ണമായിട്ട് ഞാൻ അധികമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു ചെറിയൊരു പീസ് മത്തങ്ങയും അതുപോലെ തന്നെ കുമ്പളങ്ങയും പിന്നെ ചേർത്തുള്ള തക്കാളിയും സബോളയും മാത്രമാണ് കേട്ടോ. വേറെ സാമ്പാർ കഷ്ണങ്ങളായിട്ടൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ കുറേ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് വെള്ളയപ്പം മാവ്, ദോശമാവ്, ഇഡ്ഡലി മാവൊക്കെ ചെയ്ത മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണാത്തവർ ഒന്ന് ചാനലിൽ കയറി ചെക്ക് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓരോ റെസിപ്പികളൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഞാനിതിപ്പോൾ ദോശയും കൂടി ഞങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട്, ഞങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ദേ ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും ഞാൻ സാമ്പാർ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. സുഡാപ്പിക്ക് സാമ്പാർ മസ്റ്റായിട്ടുള്ള കാര്യം, സാമ്പാർ വേണം കേട്ടോ. ഇഡ്ഡലിക്ക് ചട്നി ആൾക്ക് ആവശ്യമില്ല, സുഡാപ്പിക്ക് എന്തായാലും സാമ്പാർ വേണം. അപ്പോൾ ഞാൻ സാമ്പാർ കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ സാമ്പാറിൻ്റെ വിസിലൊക്കെ ഒന്ന് അവിടെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വിസിൽ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളൂ. എന്തായാലും മത്തങ്ങയും കുമ്പളങ്ങയും മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലത്തെ ചോറ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ ആനുവൽ ഡേ ആയ കാരണം കൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയി. പിന്നെ വന്നപ്പോഴും ആർക്കങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉമ്മ വന്നപ്പോൾ ഉമ്മ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചോറ് അങ്ങനെ തന്നെ ബാക്കിയായിരുന്നു. പിന്നെ വൈകുന്നേരം നോമ്പായ കാരണം നോമ്പ് തുറക്കാനായിട്ട് പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട്സ് അതൊക്കെ കഴിച്ചിട്ട് ആരും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചോറ് ഞാൻ ഒന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളത് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വേറെ ചോറ് വെച്ചിട്ടില്ല. ഈ ചോറൊന്ന് തിളപ്പിച്ചെടുക്കാൻ വെച്ചു. അങ്ങനെ ചോറൊന്ന് വറുത്തതിന് ശേഷം ഞാൻ അതിപ്പോൾ സാമ്പാറൊന്ന് കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ തീ ഒന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ അതേ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ നല്ല സാമ്പാർ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തട്ടിക്കൂട്ട് സാമ്പാർ കേട്ടോ. അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത, എന്നാൽ സത്യം പറയുക അധികം കഷ്ണങ്ങളൊക്കെ ചേർത്ത് സാമ്പാർ ഉണ്ടാക്കണേനേക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക കുറച്ച് എന്തെങ്കിലുമൊക്കെ ചേർത്ത് സാമ്പാർ ഉണ്ടാക്കുമ്പോഴായിരിക്കും കേട്ടോ കൂടുതലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ഇഡ്ഡലി സാമ്പാർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലു ദോശയും സാമ്പാറും ചട്നിയും കഴിച്ചിട്ട് ഇതിലു പോയത് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതിപ്പോൾ കുറച്ച് തുണികളൊക്കെ കലക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് മുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് പോയെന്നല്ല, ഇതിൽ കളിക്കാൻ പോയതാണ് കേട്ടോ. ക്യാമ്പുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇനിയിപ്പോൾ സുഡാപ്പിയും ക്യാമ്പിന് പോയി തുടങ്ങിയിട്ടുണ്ട്. അത് പോകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആവും കേട്ടോ. 3:30-3:45 ആകുമ്പോഴാണ് പോവുക. ഇതിപ്പോൾ അവൻ ഇവിടെ വേറെ അവൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ടൂർണമെൻ്റ് ഉണ്ട്, അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു. എൻ്റെ വാഷിംഗ് മെഷീൻ എനിക്ക് പണി തന്നു കേട്ടോ. 5 വർഷത്തെ വാറൻറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ടുള്ള വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് എന്താണെന്നറിയില്ല. അപ്പോൾ ഒന്ന് പൈസ റെഡി ആകുമ്പോൾ അവരൊന്ന് വിളിക്കണമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും അലക്കണം, ഇല്ലെങ്കിൽ ഇരട്ടി പണി കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ കാര്യം ഇവിടെ മെയിൻ പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴാണ് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വെള്ളം നല്ല സ്പീഡിൽ വരുന്നുണ്ട് പൈപ്പിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ വേഗം അലക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ സുഡാപ്പിയും 10 ദിവസം അവിടെ നല്ല കളിയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുമ്പോൾ അവർ നല്ല കളിക്കുന്ന ടൈമിൽ വന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറകെ വരും ചെയ്യും, അവർക്കത് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ വേഗം അലക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാനെല്ലാം കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അലക്കുന്നൊന്നും മൊത്തത്തിലൊന്നും കാണിച്ചിട്ടില്ല, ചെറുതായിട്ടൊരു ഭാഗം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊക്കെ ബോറടിപ്പിക്കുന്ന എന്തിനാണ് വെറുതെ, കുറച്ച് പേരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്നറിയാം, അതും കൂടി നമ്മളായിട്ട് തന്നെ ഇല്ലാണ്ടാക്കേണ്ടല്ലോ വെച്ചിട്ടാണ് കേട്ടോ. വ്യൂസൊക്കെ നല്ല കുറവാണ് കേട്ടോ. കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ആഡ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്കതൊരു ഉപകാരം ആവുള്ളൂ കേട്ടോ. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുണി കുറച്ച്
ഊരിയതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, തുണി ഊരി പിഴിയുന്നൊന്നും കാണിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഇതേ തുണിയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടൊരു ഇതുള്ളൂ. ഇല്ല, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തീരെ വീഡിയോ ഇടാനൊന്നും ഒരു താല്പര്യം ഇല്ലാണ്ടാവും കേട്ടോ. വ്യൂസ് കുറവാണെന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും കമൻറ്റും ലൈക്കൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോസൊക്കെ അങ്ങനെ ലൈക്ക് എന്ന് പറയാനായിട്ട് അധികം ലൈക്കൊന്നുമില്ല, എന്നാലും കുറച്ചെങ്കിലും കുറച്ചുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ കേട്ടോ. അങ്ങനെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് പോകുന്നത്. തുടർന്നും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം ഇതായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് അവിടെ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയൊക്കെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അതിന് അൽഹംദുലില്ലാ ഇന്നത്തെ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ നമ്മുടെ നനച്ചുള്ളിയുടെ ഭാഗമായിട്ട് ഞാൻ ഇവിടെ പെയിൻ്റ് അടിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും നടക്കില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പെങ്കിലും ആകുമ്പോഴേക്കെങ്കിലും പെയിൻ്റൊക്കെ അടിക്കണം ആഗ്രഹമാണ് കേട്ടോ. നടക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇതേ വേഗം തുണികളൊക്കെ അങ്ങോട്ട് അറിയിടുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. കാരണം കൊണ്ട് ഞാൻ പാത്തൂസിനെ കാണാണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും പറയും പാത്തൂസിനെ വീഡിയോസിൽ കാണിച്ചില്ല എന്നൊക്കെ പറയാറുണ്ട്. ആദ്യമൊക്കെ നല്ല കമൻറ്റ് വരാറുണ്ടായിരുന്നു കേട്ടോ, ഇന്നും പാത്തൂസിനെ മക്കളെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങനത്തെ വെയിലത്തൊക്കെ വന്നിട്ട് അവരെ വീഡിയോസിലൊക്കെ നമ്മൾ കാണിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും കേട്ടോ. വെയിലത്ത് വന്ന് പിന്നെ കുറേ കഴിയുമ്പോഴേക്കും ചുമയും ജലദോഷവും കഫക്കെട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഒഴിവാക്കുകയാണ് കേട്ടോ. അവരെ കാണാണ്ടാണ് ഞാൻ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് അധികം വെയിലൊന്നുമില്ല, പക്ഷേ നമ്മൾ തുണി ആറിടാനോ അലക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ അവരൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.